അപ്പോൾ ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് പോലീസ് സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്നൊരു കൊലക്കേസിലെ പ്രതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പോവാണ്. അവർ 4 പ്രതികളെ കൊണ്ടുവന്നിട്ടുണ്ട് എന്തൊക്കെയാണ് പറഞ്ഞത്. നമ്മളൊരു കൊലക്കേസിലെ പ്രതിനെ കണ്ടു, അപ്പോൾ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പോകണം. നമ്മളിതപ്പോൾ പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. സാറേ. നീ വന്നു ചാക്കേ. എന്താ സാറേ? സെല്ലിലുണ്ട് 4 എണ്ണം. പോയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക. അവിടെ 2 പോലീസുകാരുണ്ടാവും. ഓക്കെ സാറേ. അപ്പോൾ ഏത് സെല്ലിലാണ്? 2ാമത്തെ സെൽ നമ്പർ 2. ഓക്കെ സാറേ. അപ്പോൾ നമുക്കിനി പ്രതിനെ പോയിട്ടൊന്ന് ഐഡൻറ്റിഫൈ ഒക്കെ ചെയ്യണം. നമുക്ക് പോവാം. ഇതിൽ ഇപ്പം സാറേ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇതല്ല, അവനല്ല. ഈ തൊപ്പിക്കാരൻ തന്നെയാണ് സാറേ. തൊപ്പിക്കാരനാണോ? അത് സാറേ. ഐഡന്റിഫൈ ചെയ്തല്ലോ, ഭാഗ്യം. എന്നാ വീട്ടിലേക്ക് പോവാം. എന്തിന്? എടോ, നിന്നെ ഞാൻ ഒരിക്കലും വെറുതെ വിടില്ല ചാക്കേ. അതൊക്കെ പള്ളിയിൽ പോയി പറ മോനെ. പള്ളിയിലല്ല, നിന്റെ അപ്പനോട് ഞാൻ വന്ന് പറയടാ. കണ്ടോ നീ ഈ ക്രിമിനൽസ് ഒക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും സാക്ഷി പറഞ്ഞാൽ അപ്പോൾ അവരെ തെറി വിളിക്കാൻ തന്നെ ഉണ്ടാവുള്ളൂ ഗൈസ്. അത് പിന്നെ നമ്മൾ കാര്യമാക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഇപ്പോൾ കറങ്ങാൻ വേണ്ടി ഇപ്പോൾ പാർക്കിലേക്ക് വന്നിരിക്കുകയാണ്. ആരെങ്കിലുമൊക്കെ ഒന്ന് അടിച്ചൊന്ന് സീനൊക്കെ ഉണ്ടാക്കിയിട്ടൊന്ന്. എവിടെ ആരും ഇല്ലടാ ഫെലിക്സ്. എന്നാ നീ എന്നെ നെഞ്ചത്തോട്ട് കയറിയിരിക്കും. നീ എവിടെയാണ് പൊന്നു ചേട്ടായി നിൽക്കുന്നത്? എടാ, ഞാൻ ഈ വണ്ടിയുടെ മേലെ നിൽക്കുന്നത് ഞാൻ തന്നെ മേടിച്ചല്ലേ. കണക്ക് പറയാൻ തുടങ്ങിയില്ലേ? നമുക്ക് വീട്ടിൽ പോവാം. ഉപ്പ വിളിക്കട്ടെ സൗദിന്ന്. അപ്പൊ എന്നെ ഞാൻ കാണിച്ചേടാ. അപ്പോൾ ഞാൻ നിന്നെയും കാണിച്ചു തരാം. നിന്റെ കുറേ കാര്യങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. എന്ത്? ഒന്നുമില്ലേ, അത് ഈ പാർക്കിൽ വെച്ച് തന്നെയാണ് ഗൈസ്. നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് മോനെ. ഇതെന്താ സാറ്? എടാ, ഇവിടെ പോലീസ്. എടാ സാറേ, എന്താ പ്രശ്നം? വിട്ടോടാ. എന്താ? മോനെ, നീ തന്നെ സാക്ഷി പറഞ്ഞില്ലേ? പറഞ്ഞു. അവനെ മാപ്പ് സാക്ഷി ആവും ചെയ്തു. കൂട്ടത്തിൽ നിന്റെ ഈ അനിയനില്ലേ, എന്തായിരുന്നു പിന്നെ പേര്? ഫെലിക്സ്. ഫെലിക്സ് ആണ് ചെയ്യാൻ പറഞ്ഞിട്ട് കേസ് സീനാക്കിണ്ട്. സീനാക്കിയേ? അതിന് ഇവനൊന്നും ചെയ്തിട്ടില്ലല്ലോ. അതൊന്നും ഞങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല, ഇവനെ ഞങ്ങൾക്ക് വേണം. സാറൊരു ചെറിയ അട്ടനെ വരെ ഈ ചെക്കന് പേടി. എന്നിട്ടാണ് അതൊന്നും നീ പറഞ്ഞിട്ടല്ല, ഇവൻ ചെയ്യാൻ പറഞ്ഞതാണ്. ചെയ്തിട്ടില്ല. അവൻ ചെയ്ത ആള് നമ്മളെ കയ്യിലുണ്ട്. പക്ഷെ ഇവൻ എന്തായാലും നീ ഹാജരാക്കുന്നു, അതോ ഞങ്ങൾ കൊണ്ടുപോകണം? ഞാനാക്കിക്കോളാം. ഞങ്ങൾ കൊണ്ടുപോയാൽ പിന്നെ മാറും ഗായ്സ്. ഒരു കയ്യിൽ ഒരു തുള്ളി ചോര വന്നവരെ പേടിച്ചോടുന്ന ചെക്കനാ കൊലക്കേസ് പറയാൻ നിൽക്കുന്നത്. നീ കാരണം എനിക്ക് എപ്പോഴും അടി. ഞാനെന്താ ചെയ്തത്? ഇങ്ങോട്ട് വാ, പോവാ. നീ എന്നെ അവിടെ ആക്കും, ഞാൻ നോക്കിക്കോ. ഞാൻ എന്താ ചെയ്ത് ചേട്ടാ? ഞാൻ നിന്നെ കൊണ്ടുപോകും, അത്രേ ഉള്ളൂ. എങ്ങനെയൊക്കെ ഇറക്കാൻ നോക്കാ. നമ്മളെ തമ്മിലിപ്പോ അത്ര ബന്ധമുള്ളൂ അല്ലേ? അത്രേ ഉള്ളൂ. എന്തുവാടാ അങ്ങനെയൊക്കെ ഉണ്ട്. നിന്നെ ഞാൻ ഇപ്പൊ കൊണ്ടുപോകും. അപ്പൊ തന്നെ ഇറക്കയ്യോ, ബ്രേക്ക് പോയി. എന്റെ നെഞ്ചത്തോട്ട് കേട്ടടാ. എന്നാ നീ കേട്ടണോ സാറേ? വേണ്ട, കൊല്ലാൻ നോക്കുന്നു. എന്തായാലും ഇവനെ ജയിലിൽ പിടിച്ചിട്ടേക്ക്. എന്നാ ശരി, ടാറ്റ. ചേട്ടാ അനിയ പോണാടുന്ന് സാറേ. ചേട്ടനെ കളിക്കാൻ നിൽക്കുന്നവിടെ വന്നിട്ട് പിന്നെ അവനോട് സ്നേഹം ഉണ്ടായിട്ടൊന്നുമല്ല ഗൈസ്. നമുക്ക് എന്തായാലും വേഗം വീട്ടിലേക്ക് പോകാം. വീട്ടിലേക്ക് അങ്ങനെ അങ്ങ് പോകണ്ട ഗൈസ്. നമുക്ക് സ്പൈഡർമാനെ വിളിക്കാം. എന്നിട്ട് പറയാം. ഹലോ സ്പൈഡർമാനെ. നമ്മുടെ ഫെലിക്സിനെ പോലീസ് പൊക്കി. ഞാൻ എന്ത് ചെയ്യണം? ഡീലാക്കണം. പോയി രക്ഷിക്ക്. ഓക്കേടാ ഗൈസ്. നമ്മളിപ്പോൾ പോലീസിന് നമ്മുടെ അവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്പൈഡർമാനെ വിളിച്ചിട്ടുണ്ട്. ആളെ ഒക്കെ ശരിയാക്കി തരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ സ്പൈഡർമാനെ അങ്ങോട്ട് പോട്ടെ. എൻ്റെ സീന് പോർഷ നിങ്ങൾ കണ്ടോ ഗൈസ്? റെഡ് പോർഷ, എന്ത് രസമുള്ള പോർഷ. നമ്മളെ കൂട്ടുകാരൻ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് വേഗം സ്റ്റേഷനിലോട്ട് പോവാം. അവൻ്റെ അനിയൻ ഏതോ കേസിലൊക്കെ ഇപ്പോൾ പെട്ടു എന്നാ തോന്നുന്നു. അവൻ്റെ കാലുമ്മ കൂടെ കിടിച്ചു ഞാൻ. പാവം. എന്നാ പിടിച്ചോ. ഞാനടാ സ്പൈഡർമാൻ. എന്ത് സ്പൈയോ? സ്പൈഡർമാൻ. സ്പൈഡർമാൻ എന്താ? എവിടെടാ അവൻ?
ഏയ് തുറക്കരുത്, എന്റെ ചാവി. അയ്യോ സാർ, എന്റെ പോക്കറ്റിന്റെ ചാവി എടുത്തു. ഞാൻ നിന്നെക്കാൾ വലിയ കള്ളനും പോലീസും കളിക്കാൻ എൻ്റെ ഒപ്പം വേണ്ട. എന്താടാ പിള്ളേരെ പൊക്കാൻ നോക്കുന്നടാ? അല്ല, ഞാൻ വലിയ ആൾക്കാരെ പൊക്കാറ് സാധാരണ. അല്ല എടാ നിന്റെ SI ഒന്നും ഇനി ജീവനോടെ ഉണ്ടാവില്ല. അവൻ ഗ്ലോബലും വെച്ച് കാലും വെച്ചിരിക്കുക. എന്താടാ എന്നാ ചാവടങ്ങ്. അയ്യോ, എന്നെ ഒന്നും ചെയ്യില്ല, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. എന്നാ വിളിച്ചോ അമ്മേ. ഭാഗ്യം, ഞാൻ ഒന്നും ചെയ്യും. ഗൈസ്, ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചിരുന്നു. സ്പൈഡർമാന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാന്ന്. എന്താ വെച്ചിട്ടാ അവനെ ഈ പോലീസിൽ പോയതാണ്. സ്റ്റേഷനിൽ പോയപ്പോൾ അങ്ങ് പൊട്ടിത്തെറിച്ചു പറഞ്ഞു. എന്താ സാറേ, മുടയാണോ? അല്ലടാ കുറച്ച് കൂടുതലാ. എന്നാ അത് ഞാൻ കുറച്ച് തരാം. എന്താ സാറേ സ്നൈപ്പറാന്ന് വിചാരിച്ചത്? വേണം. മോനെ പ്ലീസ് എന്നെ കൊല്ലരുത്. അയ്യോ, നീയൊക്കെ ചാവേണ്ടവന്നെ, ചത്തോ. എന്തായാലും ഞാൻ പോട്ടെ. അപ്പോൾ ഗൈസ്, നമുക്കിനി പുറത്തേക്ക് പോവാം. എൻ്റെ ചുമന്ന വണ്ടി ഉണ്ടോ ഗൈസ്? ചുമന്ന പച്ച വണ്ടി ഗൈസ്. അപ്പോൾ ഈ ചുമന്ന വണ്ടി കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? അതായത് സബ്സ്ക്രൈബ് ബട്ടൺ, അത് നിങ്ങൾ പോയി ഞെക്കുക. എന്നിട്ട് അതിനെ കറുപ്പ് നിറമാക്കുക, ഗ്രേ കളറാക്കുക. അപ്പോൾ അത് ചെയ്യുക. പിന്നെ ഈ വീഡിയോ നീല കളർ ലൈക്ക് അടിക്കുക. നമുക്കിനി എന്തായാലും തിരിച്ച് പോകാൻ ഗൈസ്. നമ്മുടെ പണി എന്തായാലും കഴിഞ്ഞു. ഹവ്വ ഗൈസ്. അപ്പോൾ ഈ സോംബി പോലീസ് സ്റ്റേഷനിൽ പോയി ആക്രമിച്ചു എന്ന് എന്തോ പറഞ്ഞു. അങ്ങനെ എന്തോ ഞാൻ കേട്ടു. ഇത് ശരിക്കുള്ളതൊന്നും അറിയില്ല. അത് ശരിക്കുള്ളതോ അല്ലാത്തോ ആവട്ടെ. വാ, നമുക്ക് പോവാം. ഓ താങ്ക്സ് മച്ചാനെ. ഭാഗ്യ സ്പൈഡർമാൻ അവിടെ പൊട്ടിത്തെറിച്ചില്ലെങ്കിൽ ഞാനിപ്പോ ജീവനോടെ ഉണ്ടാവില്ലായിരുന്നു. സ്പൈഡർമാൻ പൊട്ടിത്തെറിച്ചപ്പോ നീ കണ്ടം വഴി ഓടിയില്ലേ? എടാ അത് നോക്കടാ, അവന് നമ്മളോട് മൊടയാണെന്ന്. ആഹാ, അങ്ങോട്ട് തീർത്തെടുക്കാം. എന്താ ചേട്ടാ, സോറി, എന്നാണ് ബ്രോ, മൊടയാണോ? അയ്യോ, ഞാൻ പാവാണ്, പാൽക്കാരനാ. നീ പാലോ മോരോ വിറ്റോ? ഓഹോ അങ്ങനെയാണോ? ഞാൻ ഓടിത്തള്ളും. തള്ളടാ. അയ്യോ ബോംബ്. അവൻ പിന്നെന്താ വിചാരിച്ചു പൊന്നു ജാക്ക്? അത് RPG ആട്ടോ മോനെ. ഓ അവൻ ചത്ത്, ഇനി അവനോട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. എന്നാലും ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ് ചെയ്യാത്തവർ സബ് ചെയ്യുക. ഗുഡ് ബൈ.